ശ്രീ ജയചന്ദ്രൻ, ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് CV ധനരാജനെ വീണ്ടും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെ ഒരു വരിയുണ്ട്. അതായത് പാർട്ടിക്ക് വേണ്ടി ഊർജ്ജസ്വലനായ ഒരു നേതാവ്, ഒരു സഖാവ്, പ്രിയപ്പെട്ട സഖാവ് ജീവൻ വെടിഞ്ഞതിന് ശേഷം ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്തം അതിൽ വീഴ്ച വരുത്തുകയും ആ ചോരപ്പണത്തിൽ നിന്ന് കൈയിട്ട് വാരുകയും ചെയ്തിരിക്കുന്നു എന്ന വിമർശനം മുന്നിൽ വെച്ചുകൊണ്ടാണ് ധനരാജനെ വീണ്ടും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് പൊതുസമൂഹത്തോടും അതിനോടൊപ്പം തന്നെ അണികളോടും മറുപടി പറയേണ്ടി വരില്ല രാഷ്ട്രീയ വിമർശനത്തിന്? ഇതൊക്കെ എന്ത് മറുപടിയാണ് അർഹിക്കുന്നത് മാധു? ഈ ടി സിദ്ദിഖിൻ്റെ ഈ പോസ്റ്റിന് എന്ത് മറുപടിയാണ് അർഹിക്കുന്നത്? എന്താണ് ധനരാജിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്, അല്ലെങ്കിൽ RSSനും BJPക്കും ഉള്ളത്? ഇന്നലെ ഇവരൊക്കെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയല്ലോ, പയ്യന്നൂർ കിടന്ന് MLA ഓഫീസിന് നേരെയും ഒക്കെ. എന്ത് RSSകാരാണല്ലോ കൊലപ്പെടുത്തിയത് ധനരാജിനെ. പിന്നെ അവർക്കെന്താണ് ഇത്ര ഉത്കണ്ഠ? എന്തിനാണ് ഇന്നലെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇവർ MLA ഓഫീസിൽ കയറാൻ ശ്രമിക്കുന്ന എന്തിനാണ്? ഈ കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ ബോധപൂർവം പ്രശ്നം സൃഷ്ടിക്കാൻ തന്നെയാണെന്നുള്ള തർക്കമൊന്നുമില്ലല്ലോ. എന്തിനാണ് അങ്ങനെ പ്രശ്നം സൃഷ്ടിക്കുന്നത്? വിമർശനമുണ്ടോ അങ്ങേക്ക്? അങ്ങനെ ഒരു ആരോപണമുണ്ടോ? ഇത് കോൺഗ്രസ് നേതാവിന്റെ ടി സിദ്ദിഖ് MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിവരമാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് RSSമായി ക്ലബ് ചെയ്യുന്നത് എന്തിനാണ് അതിനെ? അപ്പോൾ അവർ മാത്രമല്ല, RSS ആണ് കോൺഗ്രസ് കൊന്നു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. RSS ആണ് ധനരാജിനെ കൊന്നത്. അവരാണല്ലോ ഇന്നലെ അവിടെ വേറൊരു കൂട്ടർ കോൺഗ്രസിനെ, അപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞാൽ വേറൊരു കൂട്ടരായിട്ട് പയ്യന്നൂർ ബഹളം ഉണ്ടാക്കി വരികയും അക്രമം നടത്തുകയും ചെയ്തൊരു കൂട്ടർ അവരാണല്ലോ. ഒന്ന് കോൺഗ്രസും ഒന്ന് RSSും ആണല്ലോ. അപ്പോൾ RSS ആക്രമിച്ചവർക്ക് എന്താണ് യോഗ്യത? പിന്നെ ഈ കോൺഗ്രസ് ഇങ്ങനെ വന്നൊരു MLAയുടെ ഓഫീസിൽ നേരെയാണ് അതിക്രമം കാട്ടേണ്ടത്, ഉത്തരവാദിത്തോടെയാണ് പറയുന്നതെങ്കിൽ പിന്നെ ഈ ധനരാജിൻ്റെ കുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ. ആ കുടുംബമൊക്കെ അവിടെ ഇല്ലേ? പയ്യന്നൂർ തന്നെ ഉള്ളവരാണെന്ന് ഇവർ. വെറുതെ അങ്ങനെ പറഞ്ഞ് പോവാതെ സിദ്ദിഖേ. ഇത് പറയുമ്പോൾ ഇപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്. അത് അദ്ദേഹം ഉത്തരവാദിത്തോടെ ഇപ്പോൾ ഈ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിന്മേൽ കയറി അങ്ങ് പൂണ്ട് വിളയാടാനൊന്നും കഴിയില്ല സിദ്ദിഖ്. ഈ പ്രശ്നം കവർന്നെടുത്തു, മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണല്ലോ, ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന ആളാണല്ലോ കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കാര്യം മധു ഒന്ന് നോക്കൂ. അദ്ദേഹം ഓഡിറ്ററായിരുന്നല്ലോ, ഈ കണക്കുകളൊക്കെ നോക്കാനായി. ആരാണ് ഓഡിറ്റർ തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിന് അറിയാം. ജില്ലാ കമ്മിറ്റിയൊന്നുമല്ല തീരുമാനിച്ചത്, പയ്യന്നൂർ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സെൻറ്ററാണ് തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ ഓഡിറ്ററായിട്ട്. ഇപ്പോൾ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോടുകൂടിയാണെന്നുണ്ടെങ്കിൽ ഈ മധുസൂദൻ MLA അടക്കമുള്ളവർ ഇദ്ദേഹത്തെ ഓഡിറ്ററായിട്ട് തീരുമാനിക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഇന്ന് പറഞ്ഞില്ല, ഇന്നലെയും അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി, ഈ 70 ലക്ഷം രൂപ അവിടുന്ന് അടിച്ചു മാറ്റി സഹകരണ ജീവനക്കാരുടെ കാണാനില്ല, അക്കൗണ്ടിലില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചോദിക്കട്ടെ, അദ്ദേഹത്തോട്, കുഞ്ഞികൃഷ്ണനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 70 ലക്ഷം രൂപ സഹകരണ ജീവനക്കാർ, പാർട്ടി അംഗങ്ങളും അനുഭാവികളുമായിട്ട് സഹകരണ ജീവനക്കാരുടെ നിന്ന് വാങ്ങിച്ച തുക അക്കൗണ്ടിൽ വന്നിട്ടില്ല. അവരുടെ പണം പാർട്ടി സമാഹരിച്ച ആ പണമേ വന്നിട്ടില്ല എന്ന് താങ്കൾ ഈ ചർച്ചയിൽ പറയുമോ? രേഖകളില്ല എന്നുള്ള കാര്യം ശരി, പക്ഷേ അക്കൗണ്ടിലില്ല എന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിയുമോ ശ്രീ കുഞ്ഞികൃഷ്ണൻ? ഞാൻ വിചാരിക്കുന്നില്ല താങ്കൾ അങ്ങനെ പറയുമെന്ന്. അതുപോലെ തന്നെ ധനരാജിൻ്റെ ഈ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ഫണ്ടിൽ നിന്ന് അടിയന്തര ഘട്ടത്തിൽ അടിയന്തര സാഹചര്യം എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ തുക വകമാറ്റിയിട്ടുണ്ട്, യാഥാർത്ഥ്യമാണത്. പക്ഷേ അതുപോലെ ആ തുക തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതെന്താണ് പറയാത്തത്? ഈ ഇങ്ങോട്ട് വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് കൊടുത്തതില്ല എന്നുള്ള നില വരുന്നത് എന്തുകൊണ്ടാണ്? ഓഡിറ്റർക്ക് അതെല്ലാം അറിയാവുന്നതല്ലേ. മറ്റൊരു കാര്യം, ഇനി ഓഡിറ്റിങ്ങിൽ എന്തെങ്കിലും പെശകുണ്ടായാൽ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ഓഡിറ്റാണല്ലോ, പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണല്ലോ. അപ്പോൾ ഒരു ഓഡിറ്റിൽ ഇത്തരത്തിലൊരു ഒരു അനോമലി കണ്ടാൽ, ഒരു അപാകത കണ്ടാൽ സാധാരണഗതിയിൽ നേതൃത്വമായിട്ട് സംസാരിക്കുകയാണ്, ഇന്ന പ്രശ്നങ്ങളിൽ അപാകതകൾ കാണുന്നുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമാണ്, പാർട്ടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഈ അനോമലികൾക്ക്, ഈ അപാകതകൾക്ക് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? ഇത്തരം കാര്യങ്ങളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള ആകെ തുകയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അത് സിദ്ദിഖ് പറയുന്നതല്ല ഞാൻ മുഖവിലേക്ക് എടുക്കുന്നത്. ഈ ചർച്ചയിൽ
ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തോടായിട്ട് ചോദിക്കുന്നത്. ഓക്കെ ശ്രീ ജയചന്ദ്രൻ, പക്ഷേ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു ഘടകവിരുദ്ധതയുണ്ട്. അങ്ങ് ചോദിക്കുന്നു രേഖകളില്ല എന്നത് ശരി, അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് പറയുമോ എന്ന്. രേഖകളില്ല പക്ഷെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്നതിനെയല്ലേ പണം അതിന്റെ സോഴ്സ് വരവിനെ മറച്ചു വെക്കുക എന്ന് പറയുന്നത്? അതല്ലേ അദ്ദേഹത്തിന്റെയും പരാതി? അല്ലാതെ പറയട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. അദ്ദേഹം പറയട്ടെ, ശരി, എന്നിട്ട് ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഞാൻ അങ്ങ് ഡയറക്റ്റായി ചോദിച്ചൊരു കാര്യമാണിത്. അക്കൗണ്ട് രേഖകളില്ല എന്നത് ശരി, പക്ഷെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുമോ എന്നാണ് ചോദിക്കുന്നത്. അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്ന് ബോധ്യം അങ്ങേക്കുള്ളത് കൊണ്ടാണല്ലോ അത് അങ്ങ് ആ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പൊ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, രേഖകളില്ല, അതൊരു കുഴപ്പമാണോ എന്നാണോ ചോദിക്കുന്നത്? അല്ല മാധു, ഞാൻ താങ്കളോടല്ലോ ആ ചോദ്യം ഉന്നയിച്ചത്. ശരി, താങ്കൾ എന്നോട് ചോദിച്ചു, ഞാൻ മറുപടി പറയാനിരിക്കുകയാണ്. മറ്റൊരാളാണല്ലോ കുഞ്ഞികൃഷ്ണൻ. ഒരു മിനിറ്റ് സമയം തരണമേ. ശ്രീ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ചോദിച്ചതിന് മറുപടി പറയാമോ? അക്കൗണ്ടിൽ വന്നിട്ടുള്ള പണമാണോ അതോ അക്കൗണ്ടിൽ വരാത്ത പണമാണോ എന്നുള്ളതാണ് ഈ 70 ലക്ഷം. പറയാം. 2015 സഹകരണ ജീവനക്കാരിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നത്. ആ പണം ബാങ്ക് അക്കൗണ്ടിൽ അടച്ചതാണ്. പക്ഷേ 2021 കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്ക് ഏരിയ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ സഹകരണ ജീവനക്കാരിൽ നിന്ന് ഫണ്ട് പിരിച്ചതിൽ ഒരു നയാ പൈസയുടെ വരവില്ല. അവിടെയാണ് വിഷയം. അത് പരിശോധിച്ചപ്പോൾ 70 ലക്ഷം രൂപ വരും സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച ഫണ്ട്. ഒരു മാസത്തെ ശമ്പളമാണ് അവർ കൊടുത്തത്. പക്ഷേ അക്കൗണ്ടിൽ വന്നത് ഒരു മാസത്തെ ശമ്പളം 64 ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ വന്നത്. 2 സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് അക്കൗണ്ടിൽ വന്നിട്ടില്ല, ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടില്ല. ശരി, അല്ല ഇത് വ്യക്തമായിട്ടാണ് സ്ഥാപനത്തിൽ നിന്ന് ഫണ്ട് പിരിച്ചിരുന്നു. ശരി, ഡയറക്റ്റായി ചോദ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ അങ്ങ് മറുപടി പറയട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ല, രണ്ട് ചോദ്യം കൂടിയുണ്ട്. അയാളുടെ 2 ചോദ്യം കൂടിയുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ ധനരാജ ഫണ്ടിൽ നിന്ന്, അതെ ഞാൻ തന്നെ പറയുന്നത്, ധനരാജ ഫണ്ടിൽ നിന്ന് താൽക്കാലികമായി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റി, അത് തിരിച്ചു കൊടുത്തില്ലേ എന്നതാണ്. ഇന്നേ വരെ അത് തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ഇതേവരെ പറഞ്ഞത് 35 ലക്ഷം രൂപ വകമാറ്റി എന്നാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി നൽകിയ വിശദീകരണത്തിൽ 40 ലക്ഷം രൂപ വകമാറ്റി എന്നാണ്. 35 ലക്ഷം എങ്ങനെ 40 ലക്ഷമായി എന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ 70 ലക്ഷം വരവിൽ ഉൾപ്പെടുത്തേണ്ടടുത്ത് ആ വരവിൽ ഉൾപ്പെടുത്തിയാൽ ഈ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റേണ്ട ഒരു കാര്യമില്ല. ശരി, അല്ല അത് അങ്ങ് വ്യക്തമാക്കിയതാണ്. ഡയറക്റ്റ് ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ അങ്ങേലേക്ക് വന്നതേ ഉള്ളൂ. ശ്രീ ജയചന്ദ്രൻ, പെട്ടെന്ന് മറുപടി പറയാമോ? എനിക്ക് 2 മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ കുഞ്ഞികൃഷ്ണൻ, മറ്റാരും സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ. അതെ, ഇപ്പൊ വ്യക്തമായല്ലോ, താങ്കൾക്കും വ്യക്തമായി എന്ന് തോന്നുന്നു. എനിക്ക് വ്യക്തത കുറവൊന്നുമില്ലായിരുന്നു. ഈ തുടങ്ങുന്നത് 70 അല്ല, വ്യക്തത കുറവുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചത്. 70 ലക്ഷം രൂപ തിരിമറി എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം എന്താണ് പറഞ്ഞത്? 64 ലക്ഷം രൂപയല്ലേ 70 ലക്ഷം രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ താങ്കൾക്ക് വ്യക്തത കുറവുണ്ടായതുകൊണ്ടല്ലേ 70 എന്ന് തന്നെ പറഞ്ഞത്? ഇല്ലേ? അല്ല, അദ്ദേഹമല്ലേ 64 ലക്ഷം രൂപ ഇപ്പം പറഞ്ഞത് അല്ലേ? അതങ്ങനെയല്ല ശ്രീ ജയചന്ദ്രൻ. 2 സ്ഥാപനങ്ങളിൽ നിന്നുള്ള പണം രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. ആകെ കിട്ടിയത് ഈ 64 ലക്ഷമാണ്. 70 ലക്ഷം രൂപയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അല്ല, 70 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ളതായിരുന്നല്ലോ ഇതുവരെയുള്ള ആരോപണം. ഇപ്പൊ അത് മാറി 64 ആയില്ലേ? 6 ലക്ഷം രൂപ 2 സ്ഥാപനങ്ങളിൽ കിട്ടിയില്ല എന്നുള്ളതായി മാറിയല്ലോ ഇപ്പൊ. നമുക്കതിൽ ക്ലാരിറ്റി വരുത്തി തന്നെ പോകാം. അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണല്ലോ ശ്രീ കുഞ്ഞികൃഷ്ണൻ. അതായത് 6 ലക്ഷം രൂപ മാത്രമാണോ കണക്കിൽപ്പെടാതിരുന്നത്? അല്ല, എൻ്റെ കണക്കനുസരിച്ച് 70 ലക്ഷം രൂപ വരണം.
അതിൽ 2 സ്ഥാപനങ്ങളുടെ ഫണ്ട് ഈ അക്കൗണ്ടിൽ അടച്ചിരുന്നില്ല. അത് എവിടെ പോയി എന്നത് അന്നത്തെ ഏരിയ സെക്രട്ടറി പറയേണ്ടുന്ന മറുപടിയാണ്. 64 ലക്ഷം രൂപ പോരാ, 70 ലക്ഷം തന്നെ വേണം. ശ്രീ കുഞ്ഞികൃഷ്ണൻ അതല്ല ചോദിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ ചോദിക്കുന്നത് അതല്ല. 70 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ടോ, അല്ലെങ്കിൽ കണക്കില്ലാതെ പോയിട്ടുണ്ടോ, അതോ 70 ലക്ഷം വരേണ്ടയിടത്ത് 64 ലക്ഷമേ വന്നുള്ളൂ, 6 ലക്ഷം രൂപ വന്നില്ല എന്നാണോ അങ്ങയുടെ പരാതി എന്നാണ്? അല്ല 70 ലക്ഷം രൂപ കണക്കിൽ വന്നില്ല എന്നതാണ് എൻ്റെ പരാതി. ശരി, ഓക്കെ. ഞാൻ അങ്ങനെ തന്നെയാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അങ്ങയെ അധികരിച്ച് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെല്ലാം അങ്ങനെയാണ് കൊടുത്തത്. ശ്രീ ജയചന്ദ്രന് വ്യക്തത വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം, പക്ഷേ അങ്ങയിലേക്ക് വരാം. കാരണം